ഡൽഹി ചലോ മാർച്ചിൽ പങ്കെടുക്കാനെത്തിയ കർഷകരെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. കർണാടകയിൽ നിന്നുള്ള കർഷകരാണ് പിടിയിലായത്. ഭോപ്പാലിൽ വെച്ചാണ് കർഷകരെ പോലീസ് കസ്റ്റഡിയിലെടുത്തത്. വിവരങ്ങളുമായി നിതിൻ അബുജൻ തുടരുന്നുണ്ട്. നിതിൻ, നാളെ വലിയ ഒരു പ്രതിഷേധം സംഘടിപ്പിക്കാനുള്ള ഒരുക്കത്തിലാണ്. നിരോധനാജ്ഞ അടക്കം പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഈ പശ്ചാത്തലത്തിലാണോ ഈ കസ്റ്റഡിയിലെടുത്തത് കർഷകരെ? ഗോകുൽ, നാളത്തെ ഡൽഹി ചലോ മാർച്ചിനായി പോലീസ് കർഷകരെല്ലാം തന്നെ തടയുന്നൊരു നിലപാട് സ്വീകരിച്ചിട്ടുണ്ട്. അതിന്റെ ഭാഗമായി തന്നെ ഡൽഹിയിലെ അതിർത്തികളിൽ, പ്രത്യേകിച്ചും ഹരിയാന ഡൽഹി അതിർത്തികൾ അടക്കം വലിയ തരത്തിലുള്ള സുരക്ഷാ ക്രമീകരണങ്ങളാണ് ഒരുക്കിയിരിക്കുന്നത്. കോൺക്രീറ്റ് മതിലുകൾ തീർത്തും ഇരുമ്പ് വേലി തീർത്തും ഇപ്പോൾ പോലീസ് വലിയ സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. ഈ ഒരു ഡൽഹി ചലോ മാർച്ചിൽ പങ്കെടുക്കാനാണ് കർണാടകയിലുള്ള കർഷകർ ഡൽഹിയിലേക്ക് പുറപ്പെട്ടത്. എന്നാൽ ഭോപ്പാലിൽ നിന്നും ഇവരെ പോലീസ് കസ്റ്റഡിയിൽ എടുക്കുകയായിരുന്നു. ഏതാണ്ട് 66 കർഷകർ ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിലുണ്ടെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പോലീസിന്റെ നടപടിയിൽ ശക്തമായ പ്രതിഷേധം കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ പ്രകടിപ്പിച്ചിട്ടുണ്ട്. കർഷകരെ തടഞ്ഞാലും ഇത്തരത്തിൽ മോദിക്കെതിരെയുള്ള സമരം ചെയ്യാൻ കർഷകർ ഡൽഹിയിലേക്ക് എത്തുമെന്നാണ് സിദ്ധരാമയ്യ അറിയിച്ചിരിക്കുന്നത്. എന്തായാലും നാളത്തെ സമരം ഏതാണ്ട് 200-ലധികം സംഘടനകൾ പങ്കെടുക്കുന്ന സമരമാണ്. സ്വാഭാവികമായിട്ടും ആ ഒരു സമരത്തിൽ വലിയ തരത്തിൽ തന്നെ സമരം അനുനയിപ്പിക്കാനുള്ള ശ്രമം സർക്കാർ ഭാഗത്ത് നടക്കുന്നുണ്ട്. ഇതിന്റെ ഭാഗമായി തന്നെ അല്പസമയത്തിനകം ചണ്ഡീഗഡിൽ സർക്കാർ വിളിച്ച യോഗം അല്പസമയത്തിനകം ചേരും. കർഷക സംഘടനാ പ്രതിനിധികളെല്ലാം തന്നെ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നുണ്ട്. എന്തായാലും ഇന്നിപ്പോൾ ഡൽഹിയിൽ അടക്കം ഇപ്പോൾ നിരോധനാജ്ഞ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഹരിയാനയിലും നേരത്തെ നിരോധനാജ്ഞ പ്രഖ്യാപിച്ചിരുന്നു. ഡൽഹിയിൽ ഏതാണ്ട് 1 മാസത്തോളമാണ് നിരോധനാജ്ഞ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ട്രാക്ടറുകൾക്കെല്ലാം തന്നെ ഡൽഹിയിൽ വിലക്കും ഏർപ്പെടുത്തിയിട്ടുണ്ട്. എന്തായാലും ഇന്നിപ്പോൾ കർണാടകയിലെ കർഷകരെയാണ് ഭോപ്പാലിൽ വെച്ച് പോലീസ് കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നത്. ഏതാണ്ട് 66 കർഷകരെ. ഇതിനേതായാലും കർഷകരുടെ വലിയ പ്രക്ഷോഭം നാളത്തേക്ക് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഏതായാലും അനുനയ ശ്രമങ്ങൾ, ചർച്ചകൾ ഒരു വശത്ത് പുരോഗമിക്കുമ്പോൾ മറ്റൊരു വശത്ത് സമരത്തിനായി എത്തുന്ന കർഷകരെ കസ്റ്റഡിയിൽ എടുക്കുകയുമാണ് പോലീസ്. നിതിൻ അംബുജനാണ് വിവരങ്ങൾ നൽകിയത്.